യെസ് യെസ്. സോ ഇന്ന് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ലൈഫിന്റെ അല്ലെങ്കിൽ സോളിന്റെ ECGയെ കുറിച്ച് പറഞ്ഞിരുന്നു. ECG എങ്ങനെയാണ് നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ന് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ഡെമോ, എന്റെ ഒരു സ്റ്റുഡന്റ് ഗോൾ സെറ്റ് ചെയ്തതിന്റെ ഒരു എക്സാമ്പിൾ, അവരുടെ ഗോൾ അവർ ഷെയർ ചെയ്യാൻ പോവാണ്. സോ തൻസില, are you there? Yes, I'm here. Yes, you can share. All the best. Over to you. Thank you. Assalamu alaikum. Good evening, everyone. Myself Tanzila Sadiq. ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ മാറുഫങ്ങളുടെ സെഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So today I stand before you to share my vision of the experiences, contributions and growth that I aspire in my life. So let's begin. So first we'll start with the experiences. So in experiences, in love relationship with my family, I want to experience going for an Umrah with my grandparents, personally going for a Hajj, and make my parents proud by scoring well in the exams. ഞാൻ പേഴ്സണലി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ചില ഇപ്പൊ എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു കണക്ഷന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഓരായിട്ട് ഒരു ഉംറക്ക് പോവുക, ഒരു ഹജ്ജിന് പോവുക, പിന്നെ എന്റെ പാരന്റ്സിനെ പ്രൗഡ് ആക്കുന്ന പറയുന്നത് എനിക്ക് എന്റെ മൈൻഡിൽ എപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മളെ പാരന്റ്സ്, നമ്മളെ ഫാമിലി ആയിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ കൂട്ടുന്ന കാര്യങ്ങളായതുകൊണ്ട്. നെക്സ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാന് +2 കഴിഞ്ഞൊരു കുട്ടിയായതുകൊണ്ട് ഇപ്പൊ ഇനി ഞാൻ കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, എൻ്റെ ഫ്രണ്ട്സ് വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ ഓരായിട്ട് എപ്പോൾ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഓരോ കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അങ്ങനെ എപ്പോൾ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. മൈ എക്സ്പീരിയൻസസ്. അഡ്വെഞ്ചർ എന്ന് പറയുമ്പോൾ വിസിറ്റിംഗ് ഇൻസൈഡ് ദ ബുർജ് ഖലീഫ. കുറെ കാലമായിട്ട് ഞാനിവിടെ ദുബായിൽ ഉണ്ടായിട്ടും എനിക്ക് ബുർജ് ഖലീഫന്റെ അകത്ത് കയറാൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടുത്തെ പാലസ്, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഞാന് ഈ എയർലൈൻസ്, എയർപോർട്ട്, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിൽ ലിസ്റ്റ് ചെയ്ത എയർലൈൻസ്, എയർപോർട്ട്സിലും പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓരോ സ്ഥലത്തുള്ള പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാള്. ഡെസേർട്ട് സഫാരിക്ക് പോവുക. എനിക്ക് കാറിലിരുന്ന് പോകുന്നതിൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ സഫാരി എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു എക്സ്ട്രീം എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള എൻവയൺമെന്റ് എന്ന് പറയുന്നത് വോളണ്ടിയറിംഗ് പ്രോഗ്രാംസിന് പോവുക, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്. ഞാൻ നാട്ടിലൊരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഓർഫനേജ് പോലത്തെ ഒരു സ്ഥലത്ത് പോയി കുറെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതാണ്. അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് അവരോട് ഭയങ്കര കൂടുതൽ ടൈം ഇരിക്കണം എന്ന് തോന്നി. അങ്ങനെ അപ്പൊ എനിക്ക് ഇതുപോലെ കൂടുതൽ വോളണ്ടിയറിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ സ്പോർട്സ് ഇവന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് കാണാൻ പോവാ, സ്പോർട്സ് ഇവന്റ്സ് കാണാൻ പോവാ. അപ്പോ ഈ ഓരോ എന്താ പറയണ്ടേ, ഓരോ ടൈം ഞാൻ എൻ്റെ ലവ്ഡ് വൺസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, എൻവയൺമെന്റിൽ എൻ്റെ ഇഷ്ടപ്പെട്ട എൻവയൺമെന്റിൽ നിൽക്കുക, ഇതെല്ലാം എപ്പോഴും എൻ്റെ സോളിലൊരു മാർക്കായിരിക്കും. അപ്പൊ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം എപ്പോൾ എന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കും. മൂവിങ് ഓൺ ടു ദ കോൺട്രിബ്യൂഷൻസ് ഇൻ മൈ കരിയർ. എനിക്ക് നല്ലൊരു ലീഡർ ആവാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും പിന്നെ അവിടെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ക്രിയേറ്റീവ് ലൈഫിൽ മറ്റുള്ളവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനുള്ള മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാൻ മാറഫങ്ങളുടെ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കുറേ ടിപ്സ് കിട്ടി. ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിൽ ഈ പഠിക്കുന്ന കാര്യത്തിലെല്ലാം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പൊ അത് എൻ്റെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, അവരും കൂടി വളരാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി ലൈഫിൽ എനിക്ക് ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലസ്തീനിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്
ഒരു കാര്യമല്ല അവിടെയുള്ള ആൾക്കാർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയ വഴി, പിന്നെ കമ്മ്യൂണിറ്റി പ്രൊട്ടസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട്, പിന്നെ ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ്, ഹെൽപ്പ് സ്കൂൾ വിത്ത് ലോ ഫെസിലിറ്റീസ്. നമുക്കറിയാം കുറെ നാട്ടുകളിലാണെങ്കിലും ഇപ്പൊ ആഫ്രിക്ക പോലത്തെ കൺട്രീസിലെല്ലാം അവിടെയൊക്കെ ഭയങ്കര ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്ര പ്രയോറിറ്റി ഉള്ള, ഇപ്പൊ നമ്മൾ കേരളത്തിൽ നല്ല പ്രയോറിറ്റി ഉള്ളതാണ്, എന്നാലും ബാക്കി സ്ഥലങ്ങൾ നോക്കുമ്പോൾ അവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരത്ര പ്രയോറിറ്റി കൊടുക്കാത്തൊരു ഭാഗം. അപ്പൊ അവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, പിന്നെ ഡെവലപ്മെന്റ് പ്രോജക്ട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഫാമിലി ലൈഫിൽ എൻ്റെ ഫാമിലിക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അവരുടെ പ്രോബ്ലംസ് കേൾക്കുക, അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, ഗെയിംസ് കളിച്ചിട്ട് പുറത്തു പോയി അങ്ങനെയെല്ലാം. പിന്നെ എനിക്ക് നമ്മളെ ഫാമിലി ഉണ്ടാകുന്ന കുറെ ഗുഡ് ന്യൂസ് സെലിബ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ തന്നെ ഇപ്പൊ 12th കഴിഞ്ഞിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് പോയിട്ട് ഫുഡെല്ലാം ഫാമിലി ആയിട്ട് ഫുഡ് കഴിച്ചത് സെലിബ്രേറ്റ് ചെയ്തെന്ന് വെച്ചിട്ട്. അപ്പൊ അതുപോലത്തെ കൂടുതൽ ഗുഡ് ന്യൂസ് സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം എൻ്റെ പ്രേയേഴ്സിൽ എൻ്റെ ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എൻ്റെ സിബ്ലിങ്സിനും മറ്റ് കസിൻസിനെല്ലാം എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊടുക്കുക. എനിക്കറിയുന്ന കാര്യങ്ങൾ പരമാവധി അവർക്കും കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഞാൻ എത്ര എനിക്കെത്ര കിട്ടുന്നോ അതൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാനൊരു ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അത് ഡബിൾ ആയിട്ട് മടക്കി കൊടുത്താൽ നമുക്ക് അത്ര നല്ലതായിരിക്കും എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഇനി ലാസ്റ്റ് നമ്മൾ ഗ്രോത്തിലേക്ക് പോകുന്നത്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഗ്രോത്തിൽ എനിക്ക് മസിൽ ബിൽഡ് ചെയ്യണം. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഡെയിലി എക്സസൈസസ് ചെയ്തിട്ട് മസിൽ ബിൽഡ് ചെയ്യുക, പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, സപ്ലിമെന്റ്സ് കഴിക്കുക. ഇതെല്ലാം നമ്മളെ മാറഫങ്ങളുടെ സെഷൻസ് അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. പിന്നെ ലൈഫ് ലോങ് ലേണിംഗ്, ഹെൽത്ത് ഫിറ്റ്നസ് റിലേറ്റഡ് ടോപ്പിക്കിനെ പറ്റി എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക, എൻ്റെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഗ്രോ ചെയ്യാൻ വേണ്ടി. ഇന്റലക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ നല്ല ബുക്സ് വായിക്കാം. ഇപ്പോൾ ഇതിൽ എൻ്റെ ഇപ്പോൾ ബക്കറ്റ് ലിസ്റ്റിലുള്ള 2 ബുക്സ് വരുന്നത് ഗ്രിറ്റും തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന 2 ബുക്സ് ആണ്. പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ്, മാറഫങ്ങൾ പറഞ്ഞ മറ്റൊരു ടിപ്പാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം, എഡ്യൂക്കേറ്റ് അവർ സെൽഫ്സ്. പിന്നെ പ്രോബ്ലം സോൾവിങ്, പുതിയ പുതിയ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എസ്കേപ്പ് ചെയ്യാണ്ട് അതൊക്കെ ടാക്കിൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ എൻ്റെ സ്കിൽസ്, എനിക്ക് പേഴ്സണലി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, പിന്നെ ഈ സ്ക്രിപ്റ്റിംഗ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സ്കിൽസ്, ഇപ്പോഴുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുക, കൂടുതലും ബൈ ആക്റ്റീവ് ലിസണിങ് ആൻഡ് കൺവേയിങ് മൈ പോയിന്റ്സ് ടു അതേഴ്സ് ക്ലിയർലി. പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത്, അള്ളാഹു ശരിക്കും എന്താണ് ഖുറാനിൽ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ബയ്യന എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്, അതിൽ നന്നായിട്ട് ഖുറാനിൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ലെക്ചേഴ്സ് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഗോളാണ്. പിന്നെ ഇമോഷണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്, എന്നെ പറ്റി എനിക്ക് അവെയർ ആയിരിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് എന്തൊക്കെ ഗ്രോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെൽഫ് അവെയർ ആയിട്ടിരിക്കുക. റെസിലിയൻസ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ മെഡിറ്റേഷനും ജേർണലിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങള്, ഈ ഗ്രോത്ത് എന്നുള്ളത് എപ്പോഴും എൻ്റെ ലൈഫിലെ ചാലഞ്ചിങ് പോയിന്റ്സിൽ എന്നെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എപ്പോഴും എനിക്ക് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഗ്രോത്തിൽ മാക്കിയത്. ഫൈനൽ ആയിട്ടുള്ളത് എൻ്റെ ഗോൾസ്, അതായത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഗോൾസ്. ഫസ്റ്റത്തെ ഗോൾ എന്ന് പറയുന്നത് 31st ജുസിലെ സൂറകളുടെ മീനിങ്സ് മനസ്സിലാക്കുക, ബൈന ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. എൻ്റെ ഫിയേഴ്സ് കോൺകർ ചെയ്യുക ബൈ പ്രാക്ടീസിങ് ഇറ്റ് ഇൻ റിയൽ ലൈഫ്. പിന്നെ ഞാൻ 2 ബുക്സ് പറഞ്ഞിരുന്നു, റീഡ് ഗ്രിറ്റ് ആൻഡ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള ബുക്സ് വായിക്കുക. ജേർണൽ ചെയ്യുക എല്ലാ ദിവസവും. എക്സസൈസ് എവറി ഡേ. Get full A+ and get enrolled in a repeated college. ഇതില് നിങ്ങൾ കുറെ പിക്ചേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൽ കൂടുതൽ ക്ലിയർ വിഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ പിക്ചറൈസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഓരോ ടൈമും ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ എൻ്റെ ബ്രെയിനിലേക്ക് അത് ആ വിഷന് കൂടുതൽ എന്താ പറയാ, എൻ്റെ ബ്രെയിനിലേക്ക് അത് സെറ്റ് ആയി വരും. അപ്പോൾ എനിക്ക് അതിലേക്ക് ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മൈൻഡ് കൂടുതൽ ക്ലിയർ ആയിരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ ടിക്ക് മാർക്സ് കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഐ ഫീൽ മൈസെൽഫ് പ്രൗഡ്. പിന്നെ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യും. സോ യാ, എല്ലാവർക്കും ഞാൻ ഈ പ്രസന്റ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ആൻഡ് ഐ ഹോപ്പ് യു ഫീൽ ഇൻസ്പയർഡ് സീയിങ് ദിസ് ആൻഡ് I hope it encourages you to make your own visions, and inshallah in the future അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you very much for your attention. Thank you so much. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് കൈയടിച്ചേ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് കൈയടിച്ചേ. Yes. Very good. Fantastic. Super. Thank you so much. Thank you. So നിങ്ങൾ ഇപ്പൊ കണ്ടത് ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈഫിൽ വിഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഗോളുകൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. +2 പഠിക്കുന്ന ഒരാളാണ് ഇത് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇതിന് ലാസ്റ്റ് സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്തൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീക്ക് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ വീക്ക് ആസ് സൂൺ ആസ് പോസിബിൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സുകൾ അതല്ലെങ്കിൽ ഈ ഗോൾസുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അപ്പോൾ പരസ്പരം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ തൻഹലിന്റെ ഈ പ്രസന്റേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്കും മനസ്സിലാവും. ഓക്കെ, ഈ ഗോൾ എനിക്ക് കൂടി ആവശ്യമുള്ളതാണ്, ഈ ഏരിയയിൽ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സോ ഇനി നിങ്ങളാണ് ഇതേപോലെ പ്രസന്റ് ചെയ്യേണ്ടത്.